ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ചെറുപയർ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വളരെ ഈസിയാണ് കേട്ടോ, ഒരുപാട് ടൈമൊന്നും വേണ്ട. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് അതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ചെറുപയറാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്, വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണം. ഈ ഒരു കളർ ആവുന്ന വരെ വറുക്കണം കേട്ടോ. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലോട്ട് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വലിയുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലോട്ട് നമുക്കൊരു 1/4 കപ്പോളം ശർക്കര, അതുപോലെ തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ചേർക്കുന്ന സമയത്ത് ഞാൻ 1/2 കപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ, അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമ്മൾക്ക് ശർക്കരപ്പാനി അരിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും വറ്റിക്കണ്ട, നമ്മൾക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളതാണ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഈ ഒരു ടൈമിൽ നമ്മൾ ചെറുപയർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല തണുക്കാനായിട്ട്, അത് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറുപയർ എത്ര പൊടിച്ചാലും ഒരു തരിതരിയായിട്ടാണ് നമുക്ക് കിട്ടുക, അത് പ്രശ്നമില്ല. ശരിക്കും നമ്മൾ ലഡു ഉണ്ടാക്കുന്ന ടൈമിൽ അങ്ങനെയാണ് വേണ്ടതും. ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് ഞാനൊരു 2 സ്പൂണോളം ഏലക്കാപ്പൊടി പൊടിച്ചതും കൂടെയും ചേർത്ത് കൊടുക്കാണ് കേട്ടോ. അതും കൂടെ മിക്സ് ആക്കാം നമുക്ക്. അപ്പോൾ കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് വരും കേട്ടോ. നമ്മൾ ഈ അവലൂസ് ഉണ്ടയൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരും. ലഡുവിൻ്റെ കൂട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കത്തില്ല, ചെറുപയർ ആയതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിരിക്കും. അപ്പോൾ കുറേശ്ശെ ചേർക്കാൻ പറഞ്ഞത്, ഈ പൊടി ഇനി പൗഡർ ഇനി ഒരുപാട് കൂടിയും കുറഞ്ഞൊക്കെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുറേശ്ശെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പാകം മനസ്സിലാവും. ഏറ്റവും അവസാനമായിട്ട് കുറച്ച് നട്ട്സും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് കാഷ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ, ഒരുപാട് തണുപ്പ് ആറണ്ട, ചെറു ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലോട്ട് ഇങ്ങനെ ഉള്ളം കൈയിലേക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വേണം നമ്മൾ ലഡു ഒക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഓരോ കാഷ്യൂ ഞാൻ കാണാൻ പാകത്തിന് വെച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് പാരായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് വളരെ ഈസിയാണ്. കാരണം ചെറുപയർ വറുക്കുക, പൊടിക്കുക, അതുപോലെ തന്നെ ശർക്കരപ്പാനി ഉരുക്കുക, തേങ്ങ വറുക്കുക, ഇതെല്ലാം കൂടി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ ചെറുപയർ ആണെന്ന് അത്ര നമുക്ക് മനസ്സിലാവത്തൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.